ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ചിക്കു ചാൻ. ഇന്നത്തെ വീഡിയോയിൽ മമ്മയും ഞാനും കൃപാസനം പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ് പിടിച്ചാണ് പോകുന്നത് കൃപാസനം. അപ്പോൾ ഞാൻ മാതാവിനെ കാണാൻ പോകുന്നത് സുന്ദരി കുട്ടിയായിട്ടാണ്. ആസ് യു ക്യാൻ സീ, കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കമ്മലിടുന്നത് കേട്ടോ. എന്നിട്ട് അതാണ്ട് ഈ വെള്ള ഷോള്, ഈ ബ്ലൂ ടോപ്പും. അപ്പൊ നമുക്ക് ഒട്ടും സമയം വൈകിക്കാണ്ട് വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോകാം. ബസ് സ്റ്റാൻഡിൽ പോകുന്നത് സ്കൂട്ടിയിലാണ്. ഇപ്പോൾ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 5:45 രാവിലത്തെ 5:45. ഒരുപാട് ലേറ്റായി. അപ്പൊ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ബൈ. അങ്ങനെ മമ്മയും ഞാനും സ്കൂട്ടി എടുത്ത് വൈറ്റില ബസ് സ്റ്റാൻഡ് വരെ പോകുകയാണ്. അവിടെ ചെന്നിട്ട് സ്കൂട്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് ബസ് കയറി പോകാം എന്നാണ് പ്ലാൻ. അങ്ങനെ മമ്മയും ഞാനും വൈറ്റില ബസ് സ്റ്റാൻഡിൽ എത്തി. അപ്പോഴാണ് ഒരു ഡൗട്ട് അടിച്ചത്. കാരണം സാധാരണ ഈ സമയത്ത് കൃപാസനം പോകാൻ വണ്ടി കയറാൻ നിൽക്കുമ്പോഴത്തേക്കും ഇത്രയും ആൾത്തിരക്കില്ല. ഇത്രയും തിരക്ക് കണ്ട് നമുക്ക് ഡൗട്ട് അടിച്ചു. അങ്ങനെയാണ് ഒരു ചേച്ചി പറഞ്ഞത്, മക്കളെ ഇന്ന് ഡിസംബർ 7 ഇന്നാണ് കൃപാസനത്തിൽ അത്ഭുതം നടന്ന ദിവസം. സോ ഇന്ന് എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചായിരിക്കും കൃപാസനം പോകുന്നതെന്ന്. എന്നിരുന്നാലും മമ്മ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. മമ്മ അങ്ങനെ ഇടിച്ച് തള്ളി എങ്ങനെയോ സീറ്റ് പിടിച്ചിട്ടുണ്ട് മമ്മയ്ക്കും എനിക്കും വേണ്ടി. ഞാൻ മുൻപേ പറഞ്ഞായിരുന്നു ഡിസംബർ 7 പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ബസ്സുകളൊന്നും കൃപാസനത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തില്ല എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ലൈന് ക്യൂ ആയിട്ട് നിൽക്കുക. എല്ലാവരും കൃപാസനം മാതാവിനൊന്ന് തൊട്ടുമുത്തി പ്രാർത്ഥിക്കാനായിട്ട്. ഒന്ന് നോക്കിക്കുക, എന്തോരം തിരക്കാന്ന്. ക്യൂ ആണെങ്കിൽ ആലപ്പുഴ മുതൽ ചേർത്തല വരെ തെക്കോട്ടും വടക്കോട്ടും ആയിരുന്നു ലൈൻ. എങ്ങും എത്തണില്ല, അകത്തോട്ട് മാത്രം എത്തണില്ല. അമ്മാതിരി ക്യൂ ആയിരുന്നു ഗൈസ്. ബട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മുടെ കൃപാസനത്തിലെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആരും തിരിഞ്ഞു നോക്കിയില്ല. കുറെ കള്ള ലൈനുകളും ഇടിച്ചു തള്ളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന അത്ര എളുപ്പമല്ലായിരുന്നു. 5-6 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത്. അകത്തും വേറെ ക്യൂ ഉണ്ടായിരുന്നു. ഈ ക്യൂവിലെ ഇടയിൽ മാതാവിന് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായി നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ജപമാല ചൊല്ലുന്നുണ്ടായി, പാട്ട് പാടുന്നുണ്ടായി. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഇടിച്ച് തള്ളി എൻ്റെ 2 കിഡ്നി അടിച്ച് പോയിട്ടുണ്ട്. എല്ലാവരെയും കൈമുട്ട് കയറി ഞാനൊരു പരുവായി. ഈ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉള്ളിൽ ക്യൂ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ പേര് ഗിവപ്പ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷെ നമ്മൾ തളർന്നില്ല. നമ്മൾ കൃപാസനം മാതാവിനെ തൊട്ടുമുട്ടി പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയായിരുന്നു മമ്മയും ഞാനും. അങ്ങനെ ഫൈനലി മമ്മയും ഞാനും കൃപാസനം മാതാവിൻ്റെ രൂപത്തെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ശരീരവേദന ഉണ്ടെങ്കിൽ പോലും വിശപ്പായിരുന്നു മെയിൻ പ്രോബ്ലം. അപ്പോൾ കൃപാസനത്തിൻ്റെ ഓപ്പോസിറ്റ് മോംസ് മാജിക് എന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി ഫുഡ് അടിക്കാം എന്ന് വിചാരിച്ചു മമ്മയും ഞാനും കൂടി. ആദ്യം നമ്മൾ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ ഒരുപാട് തിരക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും പറഞ്ഞു ഫ്രൈഡ് റൈസ് ആൻഡ് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു. കഴിക്കുന്ന രീതി കണ്ടില്ലേ, തീറ്റ വല്ലാത്ത തീറ്റയാണ്. മമ്മയും ഞാനും കൂടി വിശന്നൊരു പരുവായി, രാവിലെ മുന്നൊന്നും കഴിക്കാത്തതുകൊണ്ട്. പിന്നെ അടുത്ത പരിപാടി പിടച്ചടിച്ച് കണ്ട ബസ്സിൽ ചാടിക്കയറി. പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി രാവിലെ കിട്ടിയ സീറ്റൊന്നും നമുക്ക് വൈകുന്നേരം കിട്ടിയില്ല. ബട്ട് എന്നിരുന്നാലും നമ്മൾ വൈറ്റില ബസ് ഹബ് എത്തി. പോയപ്പോൾ എന്ത് സുന്ദരിയായിട്ടാണ് ഞാൻ പോയത്. ഒരുമാതിരി ഒരു വധിക്കും കൊള്ളത്തില്ല. പിച്ചക്കാരി ലുക്കിലാണ് ഞാൻ തിരിച്ചു വന്നേ. ഷോളൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ജിമ്മിക്കൊക്കെ ഊരി കളഞ്ഞു. ഒരുപാട് തളർന്നെങ്കിലും മാതാവിനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി ഇന്നത്തെ ദിവസം ഡിസംബർ 7. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വ്ലോഗ് വരുന്നവരെ ശുഭദിനം. ചിക്കു ചാൻ സൈനിങ് ഓഫ്.